പകൽഹാം ഇൻസിഡൻറ്റിന് ശേഷമുണ്ട് ഈ ഒരുപാട് സെലിബ്രിറ്റീസ് ഇതേ കണക്കുണ്ടായി തനിക്കുണ്ടെങ്കിൽ ഒരുപാട് വിഷമമുണ്ട് ആ കുടുംബത്തിന് അവിടെ മരണപ്പെട്ടവരുടെ കുടുംബത്തിനെയൊക്കെ ആശ്വാസമാക്കുന്നിരുന്നു പറഞ്ഞ് ഒരുപാട് പേരുണ്ടായി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നുണ്ടായി ദുൽഖർ അതുപോലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ മാത്യു സാമുവലുണ്ട് ഇതേ കണക്ക് വന്നിട്ട് ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ദുൽഖർ ഉണ്ടെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങൾ മൊത്തത്തിൽ പറയുന്നില്ല, ഒരു വർഗീയവാദിയാണ്, അങ്ങനത്തെ ഉള്ള രീതിയിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് അറിയാത്തവരുണ്ടെങ്കിൽ ഇയാളുണ്ടെങ്കിൽ മെയിനായിട്ട് ഒരു വിഭാഗപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എപ്പോൾ നോക്കിയാലും ആക്രമിക്കാൻ നിൽക്കുന്ന ഒരാളാണ്. അത് മുസ്ലിം കമ്മ്യൂണിറ്റി ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ആക്രമിക്കുക, അവരെന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്ത് അതിനെ പിടിച്ച് വലുതാക്കി വെക്കുന്ന ഒരാൾ കൂടിയാണ്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതേ കണക്കത്തുള്ള ഒരു പോസ്റ്റ് ഇടുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ആൾക്കാരെ പോലെ തന്നെ ഇതേ കണക്ക് വന്ന് ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇവന് ധൈര്യമില്ലേ അവിടെ എന്തോ നടന്നതെന്നുള്ളൊരു കാര്യം പറയാം, മുസ്ലിം ഇങ്ങനെ ചെയ്യുമെന്ന് പറയാൻ അവനെന്തോ ധൈര്യമില്ലെന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഇതേകണത്തുള്ളൊരു പ്രശ്നം നടക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതിന് പകരം ആദ്യമേ എല്ലാവരും ഒന്നിച്ചാണ് നിൽക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇതേപോലത്തുള്ള ചേതവന്മാരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ്, ഹിന്ദുക്കളെയും മുസ്ലിംസിനെയും ക്രിസ്ത്യൻസിനെയൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കാനുള്ളത് തന്നെയാണ് അവരുടെ മെയിൻ പ്ലാൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇതേകണത്തുള്ള പോസ്റ്റ് ഇതേകണത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ എന്തോന്ന് വിചാരിക്കുന്നത് നടത്തുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ആ സമയത്താണ് ഇതേപോലത്തുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ ഇതേ കണക്ക് വർഗീയത വെച്ചിട്ട് ഭയങ്കരമായിട്ട് കളിക്കുന്ന ആൾക്കാർ. അങ്ങനത്തെ ഉള്ളവർ വന്നതിന് ശേഷം ഇതേ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുകയും അങ്ങനെ ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തി അതിലൂടെ ഭയങ്കര സന്തോഷം കിട്ടി ഭയങ്കരമായിട്ട് ആൾക്കാർ മുമ്പിൽ ഞെളിയാനൊക്കെ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ നിങ്ങൾ അങ്ങനെയൊന്നും ആവാതെ ആൾക്കാരുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് ചേർന്ന് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ ഇങ്ങനത്തെ ഒരു സമയത്ത് ബാക്കിയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ബാക്കിയുള്ള കമ്മ്യൂണിറ്റി ആൾക്കാരുണ്ടെങ്കിൽ കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക.